ഹലോ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റിൻ്റെ അടുത്ത ടോപ്പിക്ക് ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ്. ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ആ വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈബേഴ്സ് കോൺക്രീറ്റിൽ റീൻഫോഴ്സ് ചെയ്യുക, അതായത് നമ്മൾ കോൺക്രീറ്റിനകത്ത് നമ്മൾ RCC റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെന്ത് ഫൈബേഴ്സ് കൂടി റീൻഫോഴ്സിങ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഫൈബർ കോൺക്രീറ്റിനകത്ത് റീൻഫോഴ്സിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റാണ് ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഈ ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റിൻ്റെ എനർജി അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ടഫ്നെസ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫൈബർ റീൻഫോഴ്സ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത്തും അതിൻ്റെ ഫ്ലക്ചറൽ സ്ട്രെങ്ത്തും കോൺക്രീറ്റിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് കണ്ടെയ്നിങ് ഹൈഡ്രോളിക് സിമെൻറ്റ്, വാട്ടർ, fine and coarse aggregate and discontinuous discrete fibers is called fiber reinforced concrete. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് കോൺക്രീറ്റിനകത്ത് സിമെൻറ്റും വാട്ടറും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ഫൈബേഴ്സും നമ്മൾ യൂസ് ചെയ്യും റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട്. അങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കോൺക്രീറ്റാണ് ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. Fiber of various shape and size produced from steel, plastic, glass and natural materials are being used. അതായത് നമ്മൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റീൽ ഫൈബേഴ്സ് യൂസ് ചെയ്യാം, ഗ്ലാസ് ഫൈബേഴ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യാം, പിന്നെ നാച്ചുറൽ മെറ്റീരിയൽസിനകത്ത് ഉണ്ടാക്കുന്ന ഫൈബേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് ഡിഫറെൻറ്റ് സൈസ് നമ്മൾ കോൺക്രീറ്റിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റീൽ ഫൈബേഴ്സാണ് നമ്മളിതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബർ എന്ന് പറയുന്നത് സ്റ്റീൽ ഫൈബറാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ എനർജി അബ്സോർപ്ഷൻ കപ്പാസിറ്റിയും ടഫ്നെസ്സും അതുപോലെ തന്നെ ബെൻഡിങ് അതായത് ടെൻസൈൽ സ്ട്രെങ്ത്തും ഫ്ലക്ചറൽ സ്ട്രെങ്ത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് ക്രാക്ക് പ്രൊട്ടക്ഷൻ, ഇതിനൊരു പോസ്റ്റ് ക്രാക്ക് ബിഹേവ്, അതായത് ഫൈബേഴ്സ് ആണല്ലോ നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് ക്രാക്കിംഗ് ബിഹേവിയർ ഉണ്ടാവും ഈ കോൺക്രീറ്റിന്. ഓക്കെ, this is considerable improvement in post-cracking behavior of concrete containing fibers. Compared to plain concrete, fiber reinforced concrete is much tougher and more resistant to impact. അതായത് ക്രാക്ക് റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ നോർമൽ കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ക്രാക്ക് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി ഈ ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിന് ഉണ്ടാവും. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ സ്ട്രക്ചറലിനും നോൺ സ്ട്രക്ചറൽ കമ്പോണൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ തിൻ ഷീറ്റൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ റൂഫ് ടൈൽസ്, പൈപ്പ്സ്, പ്രീ ഫാബ്രിക്കേറ്റഡ് ഷേപ്സ്, ഷോർട്ട് ക്രീറ്റിംഗ് പഠിക്കാനുണ്ട്. ഷോർട്ട് ക്രീറ്റിംഗ്, കർട്ടൻ വാൾസ്, സ്ലാബ് ഓൺ ഗ്രേഡ്, കമ്പോസിറ്റ് ഡെക്സ്, വോൾട്ട്, അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ FRC യൂസ് ചെയ്യുന്നത്. ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് നമ്മൾ FRC എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റീൽ ഫൈബർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, നാച്ചുറൽ മെറ്റീരിയൽസ് റയോൺ, കോട്ടൺ, നൈലോൺ, പോളിപ്രോപ്പിലിൻ, ആർസിലിക്, അതുപോലെ ആസ്പെറ്റോസിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻസൈൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ യങ്സ് മോഡുലസും അൾട്ടിമേറ്റ് ഇലോങ്ങേഷനും സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെയാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടേം നോക്കാം എന്താണ്. അപ്പോൾ ജസ്റ്റ് ആ ടേബിൾ ഒന്ന് റെഫർ ചെയ്യും കേട്ടോ. എന്താണ് ആസ്പെക്ട് റേഷ്യോ? ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് സിംപ്ലി റേഷ്യോ ഓഫ് ലെങ്ത് ടു ഡയമീറ്റർ ഓഫ് ദ ഫൈബർ. ആസ്പെക്ട് റേഷ്യോ ഓഫ് ഫൈബർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഫൈബർ ടു ഇറ്റ്സ് ഡയമീറ്റർ, അതാണ് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ടിപ്പിക്കലി നമ്മൾ ആസ്പെക്ട് റേഷ്യോ നമ്മൾ ചൂസ് ചെയ്യുന്നത് 30 to 150 വരെയാണ് നമ്മൾ കോൺക്രീറ്റിന് യൂസ് ചെയ്യുന്ന ഫൈബറിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സ്റ്റീൽ ഫൈബർ കണ്ടന്റ് ഇൻ സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഈസ് ജനറലി ഓഫ് ദ ഓർഡർ ഓഫ് 1% to 4% ഓഫ് വോളിയം. ഓക്കെ, and the aspect ratio is kept between 70 to 100 for most of the structural application. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ എന്ന് വെച്ചാൽ ലെങ്ത് ടു ഡയമീറ്റർ റേഷ്യോ ആണ് ഒരു ഫൈബറിൻ്റെ. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ കോൺക്രീറ്റിനകത്ത് നമ്മൾ 1% മുതൽ 4% വരെ കോൺക്രീറ്റിൻ്റെ വോളിയത്തിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 1% to 4% വരെയാണ് നമ്മൾ ഇതിനകത്ത് ഫൈബർ റീൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. 1 to 4% വരെയാണ് നമ്മൾ ഫൈബർ റീൻഫോഴ്സ്മെൻറ്റ് ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് യൂസ് ചെയ്യുന്നതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് 70 to 100 വരെയുള്ള ആസ്പെക്ട് റേഷ്യോ വരുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ
മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 1% to 4% വരെ നമ്മൾ ഫൈബേഴ്സ് യൂസ് ചെയ്യും. അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ 70 to 100 വരെയാണ് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു ടേബിൾ കാണിച്ചിരിക്കുന്നത് എഫക്റ്റ് ഓഫ് ആസ്പെക്ട് റേഷ്യോ ഓൺ സ്ട്രെങ്ത് ആൻഡ് ടഫ്നെസ്. സ്ട്രെങ്ത്തിൻ്റെ ടഫ്നെസ്സിൻ്റെ എങ്ങനെയാണ് ആസ്പെക്ട് റേഷ്യോ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലെയിൻ കോൺക്രീറ്റ് വിത്ത് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റീൽ ഫൈബേഴ്സ് ആണെങ്കിൽ ആസ്പെക്ട് റേഷ്യോ 0 to 25. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് 1 to 1.5 ആയിരിക്കും. ടഫ്നെസ് 1 2 ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫൈബറിൻ്റെ കേസിൽ 50 to 100 വരെ വരാം. അപ്പോൾ എന്താണ്, ആസ്പെക്ട് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മൾ യൂഷ്വലി 70 to 100 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെയാണ് മാക്സിമം വാല്യൂ വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ കംപ്രസീവ് പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് നോക്കാം. ഈ FRCൻ്റെ ഫൈബർ ഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് എന്താണ് FRC എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് ചോദിക്കുക. അപ്പോൾ പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആസ്പെക്ട് റേഷ്യോയും കംപ്രഷനും അങ്ങനത്തെ ടെൻസൈൽ സ്ട്രെങ്ത് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ കംപ്രഷൻ നോക്കാം. In the case of steel fiber, adding fiber to concrete matrix does not improve compressive strength. Does not improve the compressive strength. The compressive strength improvement with steel fibers ranged from 0 to 15%. അതായത് നമ്മൾ സ്റ്റീൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫൈബർ നമ്മൾ ഇതിനകത്ത് കോൺക്രീറ്റിൽ റീൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് കംപ്രസീവ് സ്ട്രെങ്ത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. പക്ഷേ അതിൻ്റെ ടഫ്നെസ്സും അതിൻ്റെ ഫ്ലക്ചറൽ സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇൻക്രീസിങ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0 to 15% വരെ ഉണ്ടാകുന്നുള്ളൂ. 0 to 15%. ഓക്കെ, അതാണ് കംപ്രഷൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഓറിയൻറ്റേഷൻ ഓഫ് ഫൈബർ. Steel bars are orientated in the direction desired, while in the fiber reinforced concrete, fibers are randomly oriented. ഓക്കെ, കൺവെൻഷണൽ നമ്മൾ റീൻഫോഴ്സ്മെൻറ്റിൽ നമ്മൾ സ്റ്റീൽ ബാർസ് ഉണ്ട്. നമ്മൾ സ്റ്റീൽ ബാർസ് അല്ല യൂസ് ചെയ്യുന്നത്. ആ സ്റ്റീൽ ബാർസ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് വെക്കേണ്ടത് നമുക്ക് കറക്റ്റ് നമ്മളെ ഇതിൽ പറയുന്നത്, സ്പെസിഫിക്കേഷനിൽ പറയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ FRCനകത്ത് ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഫൈബേഴ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓറിയൻറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് നമ്മൾ പാരലലായിട്ട് നമ്മൾ ഈ ഫൈബേഴ്സിനെ ഓറിയൻറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ അതിൻ്റെ നമ്മൾ പാരലലായിട്ട് ഫൈബേഴ്സിനെ ഓറിയൻറ്റ് ചെയ്യുമ്പോഴാണ് അതിന് മാക്സിമം സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. അതിന് കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കാൻ പറ്റും മാക്സിമം നമ്മൾ പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്റ്റ് ടെൻഷൻ എങ്ങനെ നോക്കാം. Reliable and valid direct testing of concreting and fiber reinforced FRC is very difficult to carry out because of the brittle nature of concrete. Indirect method of measuring stress strain using curve have also been attempted. It has observed that steel fiber reinforced FSRC superior tensile property, particularly ductility over plain concrete. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ടെൻഷൻ നമുക്ക് ഇത് ബ്രിട്ടിലായതുകൊണ്ട് തന്നെ, ഫൈബേഴ്സ് ബ്രിട്ടിലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡയറക്റ്റ് ടെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് സ്റ്റീൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീൽ ഫൈബേഴ്സ് റീൻഫോഴ്സ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ, സ്റ്റീൽ ബാർസ് അല്ല, നോർമൽ RCC അല്ല, സ്റ്റീൽ ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള പിന്നെ കോൺക്രീറ്റിനാണ് എന്താണ് ടെൻസൈൽ സ്ട്രെങ്ത് ഹയർ ആയിട്ട് കാണുന്നത് ബാക്കിയുള്ള ഫൈബേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിന് ഡയറക്ഷൻ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പാരലായിട്ട് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്, ഡക്റ്റിലിറ്റി ഇതിന് കൂടുതലായിരിക്കും. ഡക്റ്റിലിറ്റി ഓഫ് SFRC എന്ന് പറയുന്നത് ഡ്യൂ ടു ഇറ്റ്സ് ക്രാക്ക് അറസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ക്രാക്ക് അറസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഇതിനനുസരിച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ആയിരിക്കും, ഹയർ ആയിരിക്കും ഉണ്ടാവുക. ഇമ്പാർട്ട് ഗ്രേറ്റർ എനർജി അബ്സോർബിംഗ് കപ്പാസിറ്റി ദ കോമ്പോസിറ്റ് to withstand failure. With 2.5% of fiber content, energy absorbing capacity increases by more than 10 times. നമ്മൾ പറഞ്ഞു 1 to 4% ആണ്. അപ്പോൾ അതിനകത്ത് 2.5% തന്നെ നമ്മൾ ഫൈബർ കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എനർജി അബ്സോർബിംഗ് കപ്പാസിറ്റി 10 ടൈംസ് നോർമൽ കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ആയിരിക്കും. ഓക്കെ,
നോർമൽ കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ആൻഡ് അബ് നോർമൽ ലോഡിങ്ങിനകത്ത് എന്താണ് ഇതിന് ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? വോളിയം ഓഫ് ദ ഫൈബേഴ്സ്, ഫൈബറിൻ്റെ വോളിയം എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ട്രെങ്ത്തിനാണ്. വോളിയം ഓഫ് ഫൈബർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടഫ്നെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്തും കോൺക്രീറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആസ്പെക്ട് റേഷ്യോ നമ്മൾ റേഷ്യോ 75 ആണ് നമ്മൾ നേരത്തെ പഠിച്ച 75 ആണെങ്കിലാണ് മാക്സിമം സ്ട്രെങ്ത് നമുക്ക് ആ ടേബിളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 70 to 100 ആണെങ്കിലും നമ്മൾ ആസ്പെക്ട് റേഷ്യോ 75 ആണ് മോർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ആസ്പെക്ട് റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടഫ്നെസ്സും അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും, ലീനിയറി വാരി ചെയ്യും. ഇനി ഓറിയൻറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പാരലായിട്ട് ഓറിയൻറ്റ് ചെയ്യുക. പിന്നെ സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് മാക്സിമം കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസ് 20 mm കൂടാൻ പാടില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഇനി മിക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ യൂണിഫോമിൽ മിക്സ് ചെയ്യണം. വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം നമ്മൾ ഇതിനകത്ത് ഫൈബേഴ്സ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് സ്റ്റീൽ ഫൈബർ ഡിക്രീസ് ദ വർക്കബിലിറ്റി സ്റ്റീൽ ഫൈബർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കബിലിറ്റി കുറയും. വർക്കബിലിറ്റി ആൻഡ് കോമ്പാക്ഷൻ ഓഫ് മിക്സ് ഈസ് ഇംപ്രൂവ്ഡ് ത്രൂ ഇൻക്രീസ്ഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ, യൂസ് ഓഫ് വാട്ടർ റെഡ്യൂസിങ് അഡ്മിക്സ്ചേഴ്സ്. വർക്കബിലിറ്റി സ്റ്റീൽ ഫൈബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വർക്കബിലിറ്റി റെഡ്യൂസ് ചെയ്യും. നമ്മൾ അഡ്മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്കതിനെ വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ FRCൻ്റെ മിക്സ് പ്രപ്പോർഷനാണ് പറയുന്നത്. ടിപ്പിക്കൽ മിക്സ് പ്രപ്പോർഷനാണ്. സിമെൻറ്റ് കണ്ടൻറ്റ് 325 to 550 kg/m3. വാട്ടർ സിമെൻറ്റ് റേഷ്യോ 4.4 to 0.6 ആണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. സാൻഡ് കണ്ടൻറ്റ് 50 to 100%. മാക്സിമം സൈസ് 10 mm ആണ്. RCC 20 mm കൂടാൻ പാടില്ല നമ്മൾ പറഞ്ഞു. എയർ കണ്ടൻറ്റ് 6 to 9%. ഇനി ഫൈബർ കണ്ടൻറ്റ് 0.5 to 0.25% ഓഫ് വോളിയം. നമ്മൾ 0.4% 0.5 to 0.24% ഓഫ് വോളിയമാണ് പറയുന്നത്. ഓക്കെ, ഫൈബർ കണ്ടൻറ്റ്. അതൊക്കെയാണ് അതിൻ്റെ നോർമൽ മിക്സ് ഡിസൈൻ എന്ന് പറയുന്നത്, നോർമൽ ആയിട്ടുള്ളൊരു ടിപ്പിക്കൽ മിക്സ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് FRCനകത്ത് തന്നെ ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിനകത്ത് തന്നെയുള്ള വേറൊരു ടൈപ്പാണ്. നമ്മൾ ഫൈബേഴ്സ് സ്റ്റീൽ ഫൈബേഴ്സാണ് റീൻഫോഴ്സ് ചെയ്തെങ്കിൽ നമ്മൾ അതിനെ പറയുന്നവരാണ് സ്റ്റീൽ ഫൈബർ റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്റ്റീൽ ഫൈബർ ആണ് യൂസ് ചെയ്തെങ്കിൽ വർക്കബിലിറ്റി റെഡ്യൂസ് ചെയ്യും. പക്ഷേ വർക്കബിലിറ്റി റെഡ്യൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, FRC ഈസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ മെയ്ഡ് ഓഫ് ഹൈഡ്രോളിക് സിമെൻറ്റ്, വാട്ടർ, fine and coarse aggregate and a discontinuous small fibers. It may be contain pozzolanas and admixtures commonly used with the conventional concrete. ഫൈബേഴ്സും സ്റ്റീൽ ഫൈബേഴ്സും പിന്നെ അഡ്മിക്സ്ചേഴ്സും പൊസലോണാസും ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും വാട്ടറുമാണ് കൂടിയിട്ടുള്ള കോമ്പോസിറ്റ് മെറ്റീരിയലാണ് SFRC എന്ന് പറയുന്നത്. SFRC സ്റ്റീൽ ഫൈബേഴ്സ് കോൺക്രീറ്റ് മിക്സിൽ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് സ്റ്റീൽ ഫൈബർ ഈസ് ടു മോഡിഫൈ മൈക്രോ ആൻഡ് മാക്രോ ക്രാക്സ്. ബൈ ഇന്റർസെപ്റ്റിംഗ് ക്രാക്സ് അറ്റ് their origin, the steel fibers inhibit crack growth. Okay, for this reason SFRC can be used to replace welded wire reinforcement or rebar which is used to control temperature or shrinkage cracks. Steel fibers can be introduced in the concrete at the batch plant or job site. സ്റ്റീൽ ഫൈബേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് മൈക്രോ ക്രാക്സ് അല്ലെങ്കിൽ മാക്രോ ക്രാക്സിനെ മോഡിഫൈ ചെയ്യലാണ്. എവിടെയാണോ ക്രാക്സ് ഫോം ചെയ്യുന്നത് നമുക്കവിടെ, അപ്പോൾ നമ്മളിത് സ്റ്റീൽ ഫൈബേഴ്സ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റിനകത്ത് നമ്മളെ അതിൻ്റെ ട്രാൻസിഷൻ സോണിൽ മൈക്രോ ക്രാക്സ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റീൽ ഫൈബേഴ്സിന് അതിൻ്റെ ക്രാക്ക് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും ക്രാക്ക് ഗ്രോത്തിനെ. പിന്നെയും ക്രാക്ക് ഉണ്ടാകുന്നത് അത് റെസിസ്റ്റ് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്രാക്ക് അറസ്റ്ററായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സ്റ്റീൽ ഫൈബേഴ്സ് നമ്മൾ സ്ട്രെയിറ്റ് ടൈപ്പ് യൂസ് ചെയ്യാം, ഹുക്ക്ഡ് എടുക്കാം, പാഡിൽസ് ഉണ്ട്, ഡിഫോംഡ് ഷേപ്പ് ആവാം, ക്രിംപ്ഡ് ആവാം, ഇറഗുലർ ഷേപ്പ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് എന്താ പറയുന്നത് സ്റ്റീൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റീൽ ഫൈബേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്ത്, ഫാറ്റിഗ്യൂ, ടോർഷണൽ സ്ട്രെങ്ത്ത്, സ്പാളിംഗ് റെസിസ്റ്റൻസ്, എനർജി അബ്സോർപ്ഷൻ, ഇതുപോലെ ഫയർ റെസിസ്റ്റൻസ്, ഡ്യൂറബിലിറ്റി, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും സ്റ്റീൽ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ.
ഇനി എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറയുന്നത്, മെയിനായിട്ട് നമ്മൾ പേയ്മെൻറ്റിലും ഓവർലേസിലും പിന്നെ റിഫ്രാക്ടറീസിൽ പൈപ്പ്സിലും പോൾസിൽ കേസൺസിൽ ഇൻഡസ്ട്രിയൽ ഫ്ലോറിംഗ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് FRC ആണ് ഫൈബർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഫൈബേഴ്സ് നമ്മൾ കോൺക്രീറ്റിനകത്ത് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. Just like regular concrete, GFRC can be accommodate a variety of artistic embellishment including acid staining, drying, integral pigmentation, decorative aggregates, veining and more. It can also be etched, polished, sandblasted and stenciled. Okay, glass. If you can imagine it, you can do it, making a GFRC a great option for creating concrete countertops and especially 3-dimensional concrete element. അപ്പോൾ 3-dimensional concrete എലിമെൻറ്റും കോൺക്രീറ്റ് കൗണ്ടർ ടോപ്സും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റർ ഐഡിയ ആണ് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ അകത്ത് ഡെക്കറേറ്റീവ് എഫക്റ്റും അങ്ങനെ ഒരുപാട് ഡ്രൈയിങ്ങും ഇൻ്റഗ്രൽ പിഗ്മെൻറ്റേഷനും ഒക്കെ നടത്തിയിട്ട് അതിന് 3-dimensional എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി എ കോമ്പിനേഷൻ ഓഫ് മിക്സ്ചർ ഓഫ് ഫൈൻ സാൻഡ്, സിമെൻറ്റ്, പോളിമർ, വാട്ടർ and other admixture and alkali resistant glass fibers. Alkali resistant glass fibers ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റും വാട്ടറും, ഫൈൻ അഗ്രിഗേറ്റും സിമെൻറ്റും പോളിമേഴ്സും വാട്ടറും, അഡ്മിക്ചേഴ്സ് വേണമെങ്കിൽ അഡ്മിക്ചേഴ്സും, അതുപോലെ തന്നെ ആൽക്കലി റെസിസ്റ്റൻറ്റ് ഗ്ലാസ് ഫൈബറിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മൾ GFRC എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ അഗ്രിഗേറ്റാണ് യൂസ് ചെയ്യുന്നത്. It can be effectively used to create parquet wall panel, fireplace sound, vanity tops and concrete countertops due to its unique property and tensile strength. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ GFRC യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എബിലിറ്റി ടു കൺസ്ട്രക്ട് ലൈറ്റ് വെയ്റ്റ് പാനൽസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഹൈ കംപ്രസീവ് ഫ്ലക്ചറൽ ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും ഗ്ലാസ് ഫൈബേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അതായത് ലൈറ്റ് വെയ്റ്റ് പാനൽസ് കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഹൈ കംപ്രസീവ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് പാനൽസ് കൺസ്ട്രക്ട് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ്ലി ലൈറ്റ് ഇൻ വെയ്റ്റ് കമ്പയർഡ് ടു ട്രഡീഷണൽ സ്റ്റോൺ. ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ ഈസ് ഫാസ്റ്റ് ആൻഡ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരിക്കും. GFRC has a characteristics to be cast into almost any shape. നമുക്ക് ഏത് ഷേപ്പിലും ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. GFRC consists of materials that are unlikely to burn. The concrete takes the role of thermal regulator while exposed to fire and protect the material from the flame heat. GFRC എന്ന് വെച്ചാൽ ഫയർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ less vulnerable to weather effect and more resistant to freeze throw cycle. പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. വെയിറ്റ് 70 to 90% ലെസ് ആണ് കമ്പയർ ടു നമ്മൾ നോർമൽ കോൺക്രീറ്റിനെ കമ്പയർ ചെയ്യാം. അതാണ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റാളേഷനും ഈസി ആയിരിക്കും, ട്രാൻസ്പോർട്ടേഷനും അങ്ങനത്തെ ഇതൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലാസ് റീഇൻഫോഴ്സ്ഡ് ഫൈബറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്താണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് സ്റ്റീൽ ഫൈബർ റീഇൻഫോഴ്സ്ഡും ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡും. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ പ്രോപ്പർട്ടീസും എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വൃത്തിയായിട്ട് നോക്കുക.